ഹായ് ഓൾ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCയുടെ എക്സാം ഡേറ്റൊക്കെ അനൗൺസ് ചെയ്തു. ജൂലൈ 13 തീയതിയാണ്. വൈകാതെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പോസ്റ്റിലെ എക്സാം ഡേറ്റും അനൗൺസ് ചെയ്യും. നമ്മളുടെ ഫ്രണ്ടിൽ ഇനി അധികം സമയമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എല്ലാം പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 2024 ഒരു 30 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് പഠിക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം ഏതാണ്? C-സ്പേസ് ആണ് ഉത്തരം. 2024 ജനുവരിയിൽ കേരളത്തിൽ നടന്ന 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഏത് ജില്ലയിലായിരുന്നു? കൊല്ലം ജില്ലയിലായിരുന്നു 62ാം സംസ്ഥാന സ്കൂൾ കലോത്സവം. കൊല്ലം. 2024 ജനുവരിയിൽ ഗുജറാത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയുടെ വേദി ഏത് നഗരത്തിലായിരുന്നു? ഗാന്ധിനഗറിൽ വെച്ചായിരുന്നു. 2024 ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച AI അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ ഏത് നഗരത്തിലാണ്? ബാംഗ്ലൂരാണ്. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 പ്രകാരം ഇന്ത്യ ഏത് സ്ഥാനത്താണ്? 4ാം സ്ഥാനം. ആദ്യ 3 സ്ഥാനങ്ങളിലായി അമേരിക്ക, റഷ്യ, ചൈന എന്നിവരാണ്. 2024 ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് ഉത്തരം. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. 2024 ജനുവരിയിൽ ബ്രിട്ടൻ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിൻ ഏതാണ്? മേലനോമ പ്രതിരോധ വാക്സിൻ. മേലനോമ എന്ന് പറഞ്ഞ സ്കിൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് മേലനോമ പ്രതിരോധ വാക്സിൻ ബ്രിട്ടൻ വികസിപ്പിച്ചത്. K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1. K-സ്മാർട്ട് പദ്ധതി 2024 ജനുവരി 1. ഈ ഡേറ്റ് മറക്കരുത്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ്? മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്. ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 തൃശ്ശൂർ. 36ാം കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. കേരളത്തിലെ 2ാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ 2ാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. ആദ്യത്തേത് കൊച്ചി. 2024 ഏപ്രിലിൽ 17 കോടിക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മ ചിത്രം മോഹിനി. 2024 4ാം ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 25 വർഷം പിന്നിട്ടു 2024. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന്? 2024 ജൂൺ 23 കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പു രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ? കൊച്ചി, തിരുവനന്തപുരം. 6ാം ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ്. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 6. വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ് ആണ് വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കുട്ടിയിടം.
2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. കൊച്ചുവേളി, നേമം. തിരുവനന്തപുരം ജില്ലയിലുള്ള കൊച്ചുവേളി, നേമം എന്ന് പറയുന്ന 2 റെയിൽവേ സ്റ്റേഷൻ്റെ പേരുകളാണ് മാറ്റിയത്. നേമം റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പേര് മാറ്റി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇത്തിരിയെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.